കൊള്ളാം. എന്തിനാ അമ്മ ഈ തണുപ്പത്ത് വെറുതെ ഇവിടെ ഇങ്ങനെ കാത്തിരിക്കണേ? സിനിമയ്ക്ക് പോയവർ അത് കഴിയുമ്പോ ഇങ്ങ് എത്തിക്കോളും. ദേ, ഇവിടെ ഒന്ന് അടക്കി നിർത്തണം. ഈയിടെയായിട്ട് നാക്ക് കുറച്ച് കൂടുതലാ. തൊട്ടാനും പിടിച്ചതിനും ഒക്കെ അവളുമായിട്ട് പോര് പറിച്ചില്ല. വെറുതെ ഇരുന്നാലും അവരെന്തെങ്കിലും കൊത്തും കോളും ഒപ്പിച്ച് പറയും. എത്രയെന്ന് വെച്ചാ മിണ്ടായിരിക്ക അച്ഛാ. അച്ഛൻ ഈ മഞ്ഞ് കൊണ്ട് വെറുതെ അസുഖം കൂട്ടണ്ട. നീ പോയി കിടന്നോ. ഇവിടെ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. സുധാകരനോട് അച്ഛനൊന്ന് പറഞ്ഞൂടെ? ഈ ഭാരം കൂടി ഒന്ന് ഇറക്കി വെച്ചാ പിന്നെ വല്ല കാശിയിലോ രാമേശ്വരത്തോ പോയി ഭജന ഇരുന്നാലും വേണ്ടില്ല, സമാധാനം ഉണ്ടാവുമല്ലോ. സത്യം. എന്റെ ഗുരുവായൂരപ്പാ. എന്താ മിസ്റ്റർ ജേക്കബ്, ഇടയ്ക്ക് പ്രതിമ പോയി കണ്ട് എനിക്കൊരു റിപ്പോർട്ട് തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? ഞങ്ങൾ പോയിരുന്നു സാർ. പക്ഷെ പണി പൂർത്തിയാകാതെ പ്രതിമ കാണിക്കാൻ പറ്റില്ലെന്ന് അയാൾ വാശി പിടിച്ചു. പിന്നെ അതിന്റെ ഈ ഫോട്ടോ പത്രക്കാർക്ക് എങ്ങനെ കിട്ടി? കർഷക ഗാന്ധി എന്തൊരു നാണക്കേടാന്ന് നോക്കിയേ. പത്രക്കാരല്ലേ സാർ, സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് റിസ്കിനും അവർ തയ്യാറാവും. ഐ ഡോണ്ട് വാണ്ട് എനി എക്സ്ക്യൂസ്. ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് എന്നുള്ള നിലയ്ക്കാണ് നിങ്ങളെ ഇത് ഏൽപ്പിച്ചത്. കോർപ്പറേഷന്റെ മുഖത്ത് കരിവാരി തേക്കാനാണോ ഈ പ്രോജക്റ്റ് നിങ്ങൾ ഏറ്റെടുത്തത്? സാർ, അത് ഫോൺ കോളുകൾക്ക് മറുപടി പറഞ്ഞ് ഞാൻ തോറ്റു. വാട്ട് എ ഷെയിം. യു ഡു വൺ തിങ്. നിങ്ങൾ എത്രയും വേഗം ഇതിന്റെ സത്യാവസ്ഥ ഒന്നറിയണം. പത്രത്തിൽ കാണുന്നതൊക്കെ സത്യമായിക്കൊള്ളുന്നില്ലല്ലോ. സാർ, ഭാവനാശേഷി നഷ്ടപ്പെട്ട കമ്പ്യൂട്ടർ യുഗത്തിലെ യന്ത്രപ്പാവുകൾ പറയുന്നത് കേട്ട് എന്റെ സൃഷ്ടിയെ വിലയിരുത്താൻ ഞാൻ സമ്മതിക്കില്ല. അന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നതാ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ഗാന്ധി ശില്പമായിരിക്കുമെന്ന്. അത് ശരിയാണ്, പക്ഷേ ഇത്രയും വ്യത്യസ്തമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. മഹാത്മാഗാന്ധി എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലൊരു രൂപമുണ്ട്. അങ്ങനെ കണ്ടുമടുത്ത ഒരു രൂപത്തിന്റെ ആവർത്തന വിരസത ഉളവാക്കുന്ന ഒരു ശില്പമല്ല എന്റേത്. പടുവർത്തന വികാര വിക്ഷുബ്ധത കൊണ്ട് എന്റെ ഞരമ്പുകൾ മുറുകുന്നു. ഈ ശില്പത്തെ കുറിച്ച് അല്പജ്ഞാനികളായ സമൂഹത്തെ അറിയിക്കാനുള്ള വിശദീകരണം കൊടുക്കൂ. ഇന്ത്യയുടെ ഹൃദയം ഗ്രാമങ്ങളിലാണ്. ഗ്രാമങ്ങളുടെ ഉയർച്ചയാണ് രാഷ്ട്രത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞ മഹാത്മാജിയുടെ ആത്മാവിഷ്കാരം ഉൾക്കൊള്ളുന്ന അപൂർവ ശില്പമാണിത്. നിങ്ങൾ ഈ ശില്പം കൊണ്ടുപോകൂ, പ്രതിഷ്ഠിക്കൂ, കണ്ണുള്ളവർ കാണട്ടെ. ഗുരുജിയുടെ സീമാതീതമായ ഭാവനയുടെ മകുടോദാഹരണമായി കാലം ഈ ശില്പത്തെ ഹൃദയത്തിലേറ്റി താലോലിക്കും. കോർപ്പറേഷന്റെ അഴിമതികൾ അവസാനിപ്പിക്കുക. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം തുലയട്ടെ. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം തുലയട്ടെ. കോർപ്പറേഷന്റെ കള്ളക്കളികൾ അവസാനിപ്പിക്കുക. പ്രതിമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സസ്പെൻഡ് ചെയ്യുക. പൗരസമിതി സിന്ദാബാദ്. പൗരസമിതി സിന്ദാബാദ്. കോർപ്പറേഷന്റെ അഴിമതികൾ അവസാനിപ്പിക്കുക. ദുഷ്പ്രഭുത്വം തുലയട്ടെ. സാർ, ഇല്ല സാർ, അങ്ങനെ യാതൊരു പ്രശ്നവുമില്ല സാർ. ഫയൽ ഇവിടെ ഉണ്ട് സാർ, ഉടനെ എത്തിക്കാം സാർ. ആ, സൂപ്രണ്ട് ജേക്കബില്ലേ, ഒന്ന് കണക്ട് ചെയ്യൂ. സാർ. ആ, മിസ്റ്റർ ജേക്കബ്, പാർക്കൻ സ്റ്റാറ്റുവിന്റെ ഫയൽ നിങ്ങളുടെ കസ്റ്റഡിയിലില്ലേ? ഉണ്ട് സാർ, ഉണ്ട്. അപ് ടു ഡേറ്റ് ആണ്. ഫയലുകൾ വെരിഫൈ ചെയ്യണമെന്നാണ് കളക്ടർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും. സാർ, തരാം സാർ. എപ്പോ വേണേലും സബ്മിറ്റ് ചെയ്യാം. ആ, ഓക്കെ. ഇവിടെയെങ്ങും ഇല്ല സാറേ, ഇവിടെയെങ്ങും ആ ഫയലില്ല എന്നുള്ള കാര്യം ഉറപ്പാ. അതൊന്നും എനിക്കറിയണ്ട. ആ പ്ലാനിംഗ് സെക്ഷനിലോ മറ്റോ പോയിട്ടുണ്ടോ? ഒരു സെക്ഷനിലും തപ്പിയിട്ട് കാണുന്നില്ല. താൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്റെ മേശയ്ക്കകത്ത് തന്നെയാണ് സാർ വച്ചിരുന്നത്. പിന്നെ അതെവിടെ പോയി? ഛേ, കമ്മീഷണറോട് ഞാൻ എന്ത് മറുപടി പറയും? ഇങ്ങനെ ഒരു കെണി അവൻ ഈ ജന്മത്തിൽ വിചാരിച്ചിട്ടുണ്ടാവില്ല. സത്യത്തിൽ ഉണ്ണികൃഷ്ണനെ സസ്പെൻഷനിലാക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. പക്ഷെ വാട്ട് ക്യാൻ ഐ ഡു? പൊതുശത്രുവിന് കൊടുത്ത തീയിൽ അയാളും പെട്ടുപോയി. സോറി.
എന്തിനു സോറി? എനിക്ക് അവനോട് ഒരു സിമ്പതിയും ഇല്ല. എനിക്ക് ഒട്ടുമില്ല. എന്നോട് അയാൾക്ക് പരമ പുച്ഛമാ. ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ലേ സാറേ. ഒരു പൊതുപ്രവർത്തകനും യൂണിയൻ ലീഡറും എന്ന നിലയ്ക്ക് ഇതുപോലുള്ള പലതും കണ്ടില്ല കേട്ടില്ല നടിക്കേണ്ടി വരും. ആ സംഗതിയൊക്കെ കൊള്ളാം. പക്ഷെ ഫയല് പൊക്കി മാറ്റിയത് താനാണെന്ന് അറിഞ്ഞാൽ അവർ തന്റെ പൊടി വെച്ചേക്കില്ല. സാറേ അതറിഞ്ഞാലല്ലേ. സാറിന് അറിയാമോ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ആദ്യം പഠിക്കേണ്ടത് ഇതുപോലുള്ള അണ്ടർഗ്രൗണ്ട് പരിപാടികളാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ജേക്കബ് ആളത്ര മോശക്കാരനൊന്നുമില്ല. അയാളുടെ കൈയൊന്ന് വീണാലുണ്ടല്ലോ. സാറെന്താ ഒരു മയമില്ലാതെ സംസാരിക്കുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു ഒറ്റ ബലത്തിലാ ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അവസാനം എല്ലാരും കൂടെ ചേർന്ന് എന്നെ അണ്ടർഗ്രൗണ്ടിലാക്കരുതേ. താൻ ധൈര്യമായിട്ടിരിക്കണോ? സുധാകരൻ തന്നെ വരട്ടാൻ വേണ്ടി പറയുന്നതല്ലേ? എന്റെ ബലമായ സംശയം ഇതിന്റെ പിന്നിൽ ആ കോൺട്രാക്ടർ ഐസക്കിന്റെ കൈയുണ്ടെന്ന്. ഏതായാലും പീതാംബരനെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാ. അവൻ അറിയാതെ ഈ ഫയൽ എവിടെയും പോയില്ല. താനെന്താ ഒന്നും മിണ്ടാത്തത്? സസ്പെൻഷന്റെ കാര്യം രാധികയോട് എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നപ്പോ തന്നെ തട്ടിയും മുട്ടിയ കാര്യങ്ങള് നടന്നത്. താൻ വിഷമിക്കാതിരിക്കെ. അത്രയ്ക്ക് അത്യാവശ്യം എന്തെങ്കിലും വന്നാൽ ഞാനില്ല ഇവിടെ. വൈഫിനോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നതാ നല്ലത്. അവളെ ഫേസ് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോഴാ എന്തും നേരിടാനുള്ള തന്റെ ഇടം ഉണ്ടാവണം. ധൈര്യമായിട്ടിരിക്കെ, ഒക്കെ ശരിയാവൂടൂ. കൊച്ചെ ഓടി വീടല്ലേ, അവിടെ നിൽക്കേ. അവിടെ നിൽക്കാൻ അച്ഛൻ ചോറ് വാരി തന്നാ മതി. അമ്മയുടെ മോള് വന്നേ. വേണ്ട. അച്ഛന്റെ ഒരു ചിങ്കാരി. ഞാൻ ചോറ് കൊടുത്തിട്ട് കഴിക്കുന്നില്ലെന്നേ. ഉണ്ണിയേട്ടൻ വന്ന് ഊണ് കഴിക്കാൻ നോക്ക്. ആരക്കാത്താ ഇരിക്കുന്നേ? വേണോ സാറേ? കോർപ്പറേഷനിൽ എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേട്ടല്ലോ, നേരാണോ? എന്ത് പ്രശ്നം? അല്ല, കർഷകഗാന്ധിയെ ഉണ്ടാക്കിയതിന്റെ പേരിൽ കോർപ്പറേഷൻ ആകെ പുലിവാലി പിടിച്ചിരിക്കുന്നു കേട്ടു. സർക്കാർ കാര്യങ്ങളല്ലേ, അതൊക്കെ അങ്ങനെ കിടക്കും. അത് മുറ പോലെ നടക്കട്ടെ. പിന്നെ ഞാൻ വന്ന ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ. വീടിന്റെ എഗ്രിമെന്റിന്റെ കാലാവധി തീരാൻ പോവുക. സാറ് വേറെ എവിടെയെങ്കിലും വീട് നോക്കിക്കും. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞാല് ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. കാലാവധി കഴിഞ്ഞാൽ പിന്നെ സാധിച്ചാലേ തുടർന്ന് തരാൻ പറ്റൂന്ന് അന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇല്ലെങ്കിൽ ഞാൻ പറയണ വാടക തരേണ്ടി വരും. നമുക്ക് ആലോചിക്കാം. വെറുതെ ആലോചിച്ചാ പോരാ, നടപ്പാക്കണം. പിന്നെ കശാമുഷ പറയരുത്. മോളൂട്ടിക്ക് എന്താ വല്ലാത്തൊരു വളർച്ച പോലെ? കണ്ണും മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നല്ലോ. അതിനെന്തെങ്കിലും കൊടുത്താൽ അത് കഴിച്ചിട്ട് വേണ്ടേ? വൈകുന്നേരം വന്നിട്ട് ഡോക്ടറെ അടുത്തൊന്ന് കൊണ്ടുപോവാ. മോളുടെ ചൊടി ആകെ പോയി. ബാ, അച്ഛനടുത്തോളാം. ബാ. ഓഫീസിൽ നിന്നിത്തിരി നേരത്തെ ഇറങ്ങി സ്കൂളിൽ നിന്ന് മോളെയും കുട്ടി ഒന്ന് ഷോപ്പിലേക്ക് വരുമോ? ഉണ്ണിയേട്ടൻ വന്ന് വലിയ മുതലാളിയെ കണ്ട് വിവരം പറഞ്ഞാ എനിക്ക് നേരത്തെ ഇറങ്ങായിരുന്നു. ഞാൻ എപ്പോ വേണമെങ്കിലും എത്തിക്കോളാം. അയ്യോ, ഇന്ന് എന്ത് തോന്നി? ഓഫീസിൽ നിന്ന് ഒരു 5 മിനിറ്റ് നേരത്തെ വരാൻ പറഞ്ഞാൽ ആ ഫയല് ഈ ഫയല് എന്നൊക്കെ പറഞ്ഞ് ചാടുന്ന ആളാ. ഇന്നെന്തായാലും കാക്ക മലന്ന് പറക്കും. അല്ല, അങ്ങനെ ഓവർ ആത്മാർത്ഥത അപകടമാണെന്ന് ഞാൻ ഇപ്പോഴാ മനസ്സിലാക്കി തുടങ്ങിയത്. സർക്കാർ കാര്യം മുറ പോലെ നടക്കട്ടെ, അതിനിടയ്ക്ക് നമ്മുടെ കാര്യങ്ങളും നമുക്ക് ഇത്തിരി നോക്കണ്ടേ, അല്ലേ മോളെ? പീതാംബരേട്ടാ, അവിടെ വിളിക്കുന്നു. ആര്? ജേക്കബ് സാർ. ജേക്കബ് സാറോ? എന്നെ എന്തിനാ വിളിക്കുന്നത്? പീതാംബര, ഇനി വന്നേ. എന്താ സാറേ? ഐസക് സാർ എവിടെ? പിന്നെ സാറ് വീട്ടിലുണ്ട്. ആ താമാ, ഒരു കാര്യമുണ്ട്. സാറ് നടന്നോ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. എവിടെയാ ഫയല്? ഫയലോ? ഏത് ഫയല്? പറയണോ? ചെയ്യല്ലേ സാറേ, ഞാനെല്ലാം പറയാ. നടക്ക്. വണ്ടി എടുക്ക. അയ്യോ, ഇടിക്കല്ലേ സാറേ, എന്റെ അണികൾ കാണും. നിങ്ങൾ